അസ്സലാമു അലൈക്കും. അങ്ങനെ ഒരു പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1990 കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും അധികം വിറ്റയക്കപ്പെട്ട ഒരു വണ്ടിയാണ് നമ്മുടെ ആക്സെൻ്റ് എന്ന് പറഞ്ഞ വണ്ടി. പിന്നീട് അത് 2006 കാലഘട്ടങ്ങളിൽ വന്നപ്പോൾ അങ്ങനെ 2006 ശേഷം ആക്സെൻ്റ് വെർണ എന്നറിയപ്പെട്ടു. കാലഘട്ടത്തിൻ്റെ വ്യതിയാനമനുസരിച്ച് അവർ ഫേസ് ലിഫ്റ്റുകൾ മാറ്റിക്കൊണ്ടേയിരുന്നു. 2023 ഏറ്റവും മികച്ച സെഡാൻ വാഹനം. അങ്ങനെ സേഫ്റ്റി ഫീച്ചറിൽ 5 സ്റ്റാർ ഇടം നേടിയ, അതുപോലെ തന്നെ അഡ്വാൻസ് ഫംഗ്ഷനുമായി നമ്മുടെ വെർണ ടോപ്പ് സെല്ലിംഗ് വെഹിക്കിളായി നിലകൊള്ളുന്നു. അതുപോലെ തന്നെ വാഹന വിപണിയിൽ ഏറ്റവും നല്ല കോമ്പറ്റീഷൻ നേരിട്ട ഏക സെഡാൻ വാഹനം. ഫേസ് ലിഫ്റ്റിന് ശേഷം ആദ്യം തന്നെ ഇതിൻ്റെ സ്പോർട്ടി ഫ്രണ്ട് തന്നെ അട്രാക്റ്റീവ്. ഫ്രണ്ട് ബമ്പർ ലിപ്പും ഒരുപോലെ ഭംഗി കൊണ്ടുവരും. സ്പോർട്ടി DRLോടുകൂടി ബ്ലാക്ക് ക്രോം ഫിനിഷിൽ അട്രാക്റ്റീവ് ലുക്കിൽ ഫ്രണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അതുപോലെ ഹെഡ്ലൈറ്റ് വന്ന മാറ്റം വണ്ടിക്ക് കൂടുതൽ ഭംഗി വർദ്ധിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മുടെ വാഹനത്തിൽ 2670 വീൽ ബേസ് അവർ കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെ ടോപ്പ് വേരിയൻറ്റിൽ തന്നെ 16 ഇഞ്ച് ടയറാണ് വാഹനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അലോയിൽ വന്ന സ്പെഷ്യൽ കട്ട് വണ്ടിയുടെ ലുക്ക് തന്നെ മാറ്റിയിരിക്കുന്നു. അങ്ങനെ ORVMോടുകൂടിയുള്ള മിററിൽ LED ഇൻഡിക്കേറ്റർ ഉൾപ്പെടുത്തി ബോഡി ഫിനിഷിൽ അട്രാക്റ്റീവ് ആക്കിയിരിക്കുന്നു. ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ടത് ആ റെഡ് സ്ട്രിപ്പോടുകൂടി വന്ന LED ലാമ്പുകൾ സ്പോർട്ടി ലുക്ക് ബാക്കിൽ കൊണ്ടുവന്നിരിക്കുന്നു. മാനുവൽ ട്രാൻസ്മിഷൻ്റെ ടോപ്പ് വേരിയൻ്റായ SX ബാഡ്ജ് ബാക്കിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്നു. പ്രത്യേകമായി ഒരു കാര്യം സൂചിപ്പിച്ചിട്ട് നമുക്ക് ഇന്റീരിയർ ഭാഗത്തിലേക്ക് പോകാം. ഓൾ ന്യൂ വെർണ റിവ്യൂ ചെയ്യാൻ സഹായിച്ച നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ മല്ലശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന പോപ്പുലർ ഹുണ്ടായിക്ക് ഒരുപാട്, അതുപോലെ തന്നെ വർഷങ്ങളുടെ പാരമ്പര്യവും മികച്ച രീതിയിലുള്ള കസ്റ്റമർ ഫീഡ്ബാക്കും സർവീസുകളും കാര്യങ്ങളും എല്ലാം കൊണ്ട് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനി ഡീലർഷിപ്പ് ഇൻ പത്തനംതിട്ട പോപ്പുലർ ഹുണ്ടായി. അതുപോലെ തന്നെ വെർണയിൽ നല്ല എല്ലാ ഹുണ്ടായി വാഹനങ്ങൾക്കും വേണ്ടിയും നിങ്ങൾക്ക് പോപ്പുലർ ഹുണ്ടായി വിസിറ്റ് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കാം. ഗൈസ്, നമ്മുടെ വെർണയിൽ അത്യാവശ്യത്തിന് നല്ല ലെഗ് സ്പേസും കാര്യങ്ങളും എല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലസ്റ്റർ ആണെങ്കിലും AC ആണെങ്കിലും ഓട്ടോമാറ്റിക് AC ആണെങ്കിലും അതുപോലെ സീറ്റ് വെന്റിലേഷൻ ആണെങ്കിലും, അതുപോലെ നമ്മുടെ വാഹനത്തിൽ അവർ ഇന്റീരിയർ ചെയ്ത് വെച്ചിരിക്കുന്നത് കറക്റ്റ് ഒരു പ്രീമിയം ലെവൽ വണ്ടിയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ ഈ ക്രോം ഫിനിഷ് ആണെങ്കിലും ഈ AC വെന്റിലേഷൻ ആണെങ്കിലും എല്ലാം കൃത്യമായിട്ട് നല്ലൊരു പ്രീമിയം ലെവൽ മോഡലിലാണ് നമ്മുടെ കമ്പനിക്കാർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ സ്പീക്കർ ആണെങ്കിൽ ബോസിൻ്റെ സ്പീക്കറാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളും എല്ലാം പക്ക ക്ലിയർ ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലാണെങ്കിൽ നല്ല രീതിയിൽ സ്പേസ് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു 3 പേർക്ക് അത്യാവശ്യമായിട്ട് നല്ല രീതിയിൽ തന്നെ ഇരിക്കാൻ പറ്റിയ രീതിയിലാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അത് നല്ല രീതിയിൽ ലെഗ് സ്പേസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അതുപോലെ ഇന്റീരിയറിന്റെ മെയിൻ ഹൈലൈറ്റ് ആയ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നു. മെയിനായിട്ട് വണ്ടിയുടെ അകത്ത് ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അത്യാവശ്യത്തിന് കുറച്ച് സാധനങ്ങൾ വയ്ക്കാവുന്ന രീതിയിലാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗിയർ ബോക്സ്, പിന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് സിസ്റ്റം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അകത്തും പുറമേ ആയിട്ട് കൊണ്ടുവരാൻ കമ്പനിക്കാർ ശ്രമിച്ചിട്ടുണ്ട്. മെയിനായിട്ട് 19 തൊട്ട് 21 ലിറ്റർ വരെ മൈലേജ് കിട്ടുമെന്നാണ് കമ്പനിക്കാർ അവകാശപ്പെടുന്നത്. 157.57 BHPയും 85 തൊട്ട് 118 ഹോഴ്സ് പവറാണ് വണ്ടിക്കുള്ളത്. മെയിനായിട്ട് 4 സിലിണ്ടർ എഞ്ചിനും 1.5 ലിറ്റർ ടെർബോ എഞ്ചിനാണ് വാഹനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ മെക്കേഴ്സ്, എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് പവറിന് പവർ, കംഫോർട്ടിന് കംഫോർട്ട്, സ്പേസിന് സ്പേസ്, എല്ലാം കൊണ്ടും ഒരു മികച്ചൊരു വാഹനമാണ് നമ്മുടെ ഹുണ്ടായി വെർണ. അങ്ങനെ നമ്മുടെ വാഹനത്തിനെ പറ്റി എല്ലാ അറിവുകളും ഏകദേശം ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് നീട്ടുന്നില്ല, ഒരുപാട് മുഷിപ്പിക്കുന്നില്ല. നമുക്കറിയാം ഒരുപാട് പേര് വാഹനമില്ലാത്തവർ. എല്ലാവർക്കും ഒരു വാഹനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.